നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കുടുംബത്തിൻ്റെയും മേൽ സലാം ചൊരിഞ്ഞതുപോലെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും സലാം ചൊരിയണേ എന്നല്ലേ പറയേണ്ടത്? കാരണം നബിയല്ലേ ഏറ്റവും ഉത്കൃഷ്ടൻ. എന്നാൽ ഇബ്രാഹിമിയ സ്വലാത്തിൽ തിരിച്ചാണല്ലോ പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണ്? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നമ്മൾ നമസ്കാരത്തിൻ്റെ ഇബ്രാഹിമിയായ സ്വലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം, മുഹമ്മദ് നബിക്ക് ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്തതുപോലെ ചെയ്യണം, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് ഗുണം ചെയ്തതുപോലെ ചെയ്യണം എന്നാണ് നമ്മൾ പറയാറുള്ളത്. എല്ലാവരുടെയും മനസ്സിൽ തോന്നിപ്പോവും. ഒരുപാട് ഉസ്താദുമാരിങ്ങനെ മുത്തുനബിയെ കുറിച്ച് അങ്ങനെ വാനോളം പറയുന്നു, ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയെക്കാളും ശ്രേഷ്ഠൻ മുത്തുനബിയാണ്. പിന്നെ ആ കുടുംബത്തിന് ചെയ്തതുപോലെ ആ നബിക്ക് ചെയ്തതുപോലെ എൻ്റെ നബിക്ക് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശാല മനസ്സും സ്നേഹവുമാണ്. ഞാൻ പ്രവാചകനാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പടച്ചവനെ ഇങ്ങനെ ഒരു പ്രവാചകനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നേതാവിനെ ഞങ്ങൾക്ക് തരണമെന്ന്. അപ്പോൾ ലോകത്ത് എന്തായാലും അള്ളാഹു മുത്തുനബിയെ പടയ്ക്കും. ഈ ലോകം പടയ്ക്കാൻ കാരണം മുത്തറസൂലിൻ്റെ പ്രകാശമാണ്. ഒക്കെ ശരിയാണെങ്കിലും ചില കാര്യകാരണങ്ങളെ ആ പടപ്പുമായി അല്ലെങ്കിൽ ആ മുത്തൊളി ദീപത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഇണക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള അങ്ങനെ ഒരു വലിയ കടപ്പാടിൻ്റെ, അങ്ങനെ ഒരു വലിയ കടമയുടെ കവാടമാണ് ഇവിടെ ഈ പ്രാർത്ഥനയിലൂടെ തെളിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.